വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാന്റെ യുദ്ധ സമയത്ത് ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. അവിടെ 32 കിലോമീറ്റർ നീളമുള്ള കടൽപാത അല്ലെങ്കിൽ കപ്പൽപാതയായിട്ടുള്ള ഹോർമൂസ് തുറമുഖം, ഹോർമൂസ് കടലിടുക്ക് എങ്ങനെയാണ് ആം, ഇറാൻ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കപ്പൽപാത ആ, യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ കപ്പൽപാതയിലുണ്ടായ പല സംഭവ വികാസങ്ങളും എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ സ്വാധീനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്കും സ്വന്തമായി അതുപോലൊരു ഹോർമൂസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് മലാക്ക കടലിടുക്കാണ്. അത് ഇതുപോലെയല്ല, കുറച്ചുകൂടെ ശക്തമാണ് എന്നുള്ളതാണ്. കാരണം ചൈനയുടെ 80% ട്രേഡും പരമ്പരാഗത കാലം തൊട്ടേ ഈ മലാക്ക കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പ്രേക്ഷകർക്ക് ഇത് അറിയാമായിരിക്കും, നമ്മൾ പലവട്ടം ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അവിടെ സ്വന്തമായിട്ട് ഒരു ഹോർമൂസ്, അതായത് സ്വന്തമായിട്ട് അവിടെ ഇന്ത്യ അത് ഏറ്റെടുക്കാൻ, മലാക്ക അങ്ങ് എടുക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലാണ്. അദ്ദേഹം അവിടെ പോയി 3822 കോടി രൂപയുടെ ബ്രഹ്മോസ് ആണ് അവിടെ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. പോരാത്തതിന് അവിടെ വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള തുറമുഖം, അതായത് ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വന്തമായി ഹോർമൂസ് സൃഷ്ടിക്കും. മലാക്ക കടലിടുക്കിന്റെ പ്രവേശന സ്ഥലത്താണ് ഈ ഹോർമൂസ് ഉള്ളത്. ഇവിടെ നിന്ന് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിരാ പോയിന്റ് 100 മൈൽ അല്ലെങ്കിൽ 160 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഈ നടപടിയോടെ ഇന്ത്യയും ഇന്തോനേഷ്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ മുഴുവൻ ഗെയിം പ്ലാനും മാറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സമുദ്രതന്ത്രം ഇവർ പുനർനിർമ്മിക്കാൻ പോവുകയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും സബാങ് തുറമുഖത്തിന്റെ സംയുക്ത വികസനത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലാണ് ഈ സബാങ് തുറമുഖമുള്ളത്. ഇത് വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ആധുനികവൽക്കരിക്കപ്പെടുകയും ദ്വീപിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. ഇന്തോനേഷ്യ സന്ദർശനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുമായി ഈ കരാറിൽ ഒപ്പുവെച്ചു എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മലാക്ക കടലിടുക്കിന്റെ പ്രാധാന്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ചൈന ബംഗ്ലാദേശിലെ തുറമുഖങ്ങൾ ഏറ്റെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വച്ചിരിക്കുന്ന ഒരു വലിയ ചെക്കാണ്. വലിയ ചെക്ക് എന്ന് പറയുന്നത് 100-ൽ 110% ചൈനയെ കൊടുക്കാനുള്ള ഒരു ചെക്കാണ്. അപ്പൊ ഈ മലാക്ക കടലിടുക്കിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ഇന്ത്യ അവിടെ ആണവ വാൾ പണിയുന്നു, ന്യൂക്ലിയർ വാൾ പണിയുന്നു. നമ്മുടെ INS അരിഹന്തിനെ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഓഷൻ മുഴുവൻ ഇന്ത്യയുടെ കൈപ്പിടിയിലാകാനായിട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു ചൊല്ലുണ്ടല്ലോ, കടല് ഭരിക്കുന്നവൻ കര ഭരിക്കുമെന്ന്. അതുപോലെ ആ ഇന്ത്യൻ ഓഷൻ മുഴുവനായിട്ടും ഇന്ത്യ ഭരിക്കാനായിട്ട് ഇപ്പം സത്യം പറയട്ടെ, ഡിഫൻസ് സൈറ്റുകളൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ ഡിഫൻസ് അനലിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യക്ക് വലിയ പിടിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യൻ ഓഷനിൽ എന്ത് നടക്കുന്നു, ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ ഏത് കപ്പലുകളും ഏത് അന്തർവാഹിനികളും വരുന്നു, അമേരിക്ക അവിടെ എന്ത് പണിയാണ് നടത്തുന്നത്? കാരണം ഇത്രയ്ക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഷനാണ്. അപ്പൊ അവിടെ ഇന്ത്യക്ക് നിരീക്ഷിക്കാനുള്ള ഒരു വലിയ ഒരു സംവിധാനമില്ല. പക്ഷെ ഈ മലാക്ക കടലിടുക്കിന്റെ അടുത്ത് ഇന്ത്യ ഒരു ന്യൂക്ലിയർ വാൾ പണിയുന്നതിലൂടെ ഏതൊക്കെ കപ്പലുകളും അന്തർവാഹിനികളും അവിടെ നിന്നും പുറത്തേക്ക് വരുന്നു, ഈ കടൽ മൊത്തത്തിൽ നിരീക്ഷിക്കുന്നതിന് പകരം ഈ കടലിലേക്ക് കയറി വരാനുള്ള ആ ഡോർ ഉണ്ടല്ലോ, ആ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ആ ഡോർ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അവിടെ നിന്ന് ആര് വരുന്നു ആര് പോകുന്നു നമുക്ക് അറിയാൻ സാധിക്കും. പോരാത്തതിന് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഇന്ത്യൻ ഓഷനിൽ പല സ്ഥലങ്ങളിലും അന്തർവാഹിനികൾ കൊണ്ടിട്ട് പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഇന്ത്യൻ ഓഷനടിയിൽ ഒരു രഹസ്യ ചാരക്കണ്ണ് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു. അപ്പൊ ചൈനയ്ക്ക് എങ്ങനെ പോയാലും വലിയ തിരിച്ചടിയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലാണ്. അസ്ത്ര മിസൈലുകളും ബ്രഹ്മോസും അടക്കം അവിടെ കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ചൈനയ്ക്കെതിരെ ഇന്ത്യ വളരെ ശക്തമായിട്ട് നീങ്ങുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്? ചൈനയെ നമ്മൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ വരുന്ന കാലയളവിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേ ഇത് ഇങ്ങനെ അങ്ങ് പോകും? അല്ല, ഏറ്റുമുട്ടലിൽ നിലവിൽ സാധ്യതകളൊന്നും തന്നെ ഇല്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാല് ഇതുവരെ ഇല്ലാത്തൊരു കൂട്ടുകെട്ട് നമ്മുടെ ഈ മേഖലയിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് ഈ കിഴക്കൻ ഏഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കൂട്ടുകെട്ട് പുതിയതായിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന് ബംഗ്ലാദേശാണ്. ഈ കണ്ണി കൂട്ടി ഇണക്കുന്ന ഒരു കണ്ണി ബംഗ്ലാദേശാണ്. പാകിസ്ഥാനുമായിട്ട് ബംഗാൾ ഉൾക്കടലിനെ കണക്ട് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ചൈനയുമായിട്ട് അവർക്കൊരു കണക്ഷൻ വരുന്നു. ചൈന ഓൾറെഡി ബംഗാൾ ഉൾക്കടലിൽ അവർ വലിയ സ്വാധീനമുണ്ട് അവിടെ അവർക്ക്. പക്ഷെ ഈ പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് ഒരു എൻട്രി ഇല്ലാതിരുന്നിടത്ത് ഇപ്പോൾ അവരുടെ ഈ അന്തർവാഹിനികൾ വരെ കൊണ്ടുവരാനുള്ള ഒരു അനുവാദം ഇപ്പോൾ ബംഗ്ലാദേശ് കൊടുത്തിരിക്കുന്നു. അതായത് നമ്മുടെ ചുറ്റോട് ചുറ്റ് പടിഞ്ഞാറ് നിന്ന് വളഞ്ഞ് ഈ കിഴക്കോട്ട് ഇങ്ങനെ ഒരു ചുറ്റ് ഇവർ 3 പേരും കൂടെ ചേർന്ന് ഒരു ചെയിൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ പോയിരിക്കുന്നത് ഈ ചെയിൻ ബ്രേക്ക് ചെയ്യുന്നൊരു സാധനമാണ്.
കാരണം ഇവര് ഈ ചുറ്റി വളഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പൊ ധനുഷ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമില്ല എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ഈ പ്രധാനമന്ത്രി, അത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മുടെ വാർഷിപ്പുകളുടെ എണ്ണം തന്നെ വല്ലാത്ത രീതിയിൽ കൂടുന്നത്. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഇപ്പോൾ ഷിപ്പുകൾ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കപ്പലുകൾ കൂടുതൽ നിർമ്മിച്ചു തുടങ്ങുന്നതും നമ്മൾ ഈ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റൂ, ശ്രമം തുടങ്ങുന്നതും ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നമ്മളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2014 മുമ്പ് സെർച്ച് ചെയ്ത് നോക്കുക, നമ്മുടെ വാർഷിപ്പുകളുടെ എണ്ണം, 14 ശേഷം വാർഷിപ്പുകളുടെ എണ്ണം നോക്കുക. അത് വലിയ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, ഒന്ന് 60 വർഷമായിട്ട് ഭരിച്ചിരുന്നവരുണ്ടാക്കിയതും ഒന്ന് 15 വർഷം തികയാൻ പോകുന്ന ഒരു സർക്കാർ ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയതും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ രീതിയിലേക്ക് ഒരു വലിയ ഇത് നിൽക്കുന്നു. ഇതിന്റെ ഇടയിലാണ് കോഡ് സഖ്യത്തിലേക്ക് നമ്മൾ വരുന്നത് തന്നെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്കൊരു മേൽക്കൈ നേടുക എന്ന ലക്ഷ്യവുമായിട്ട് തന്നെയാണ് നമ്മൾ അതിൽ വരുന്നത്. ഈ അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, ജപ്പാനുണ്ട്, നമ്മളുണ്ട്, അങ്ങനെ ഒരു സഖ്യം. ഇത് വന്നപ്പോൾ തന്നെ ചൈന പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. കാരണം ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ആ ഒരു കടൽ മൊത്തത്തിൽ നോക്കാൻ കഴിയില്ല. സ്വാഭാവികമായി അമേരിക്കയും ഈ ജപ്പാനും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞ പ്രശ്നമാണ്. അവരുടെയൊക്കെ സഖ്യത്തിൽ ഈ കോഡ് സഖ്യം ഒരു വലിയ സഖ്യം തന്നെയാണ്. അപ്പം അതങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതിനിടയിൽ കോഡ് സഖ്യത്തിന് ഒരു മന്ദിപ്പ് അനുഭവപ്പെട്ടു. അത് ഈ ട്രംപിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അതിനകത്തൊക്കെ ഒരു ഐക്യക്കുറവെന്നല്ല, ഒരു മന്ദത. പക്ഷെ കഴിഞ്ഞ ഡൽഹിയിൽ വെച്ച് അതിന്റെ മീറ്റിംഗ് ഒക്കെ നടന്നിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്താണ് ചെയ്തത്? ഇന്തോനേഷ്യയും ഒപ്പം തന്നെ മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യമുണ്ട്. ആ സഖ്യത്തിൽ ഞങ്ങളെ കൂടെ പങ്കെടുപ്പിക്കണം, ആ സഖ്യത്തിൽ ഞങ്ങളും കൂടെ വരട്ടെ എന്ന് ഇന്ത്യ പലവട്ടമായിട്ട് അവരോട് ചോദിക്കുന്നു. അപ്പൊ അതിനകത്ത് ചില രാജ്യങ്ങൾക്ക് നമ്മളോട് വലിയ താല്പര്യക്കുറവുണ്ട് അതിൽ നമ്മൾ വരുന്നത്. കാരണം അപ്പൊ അവര് പറയുന്ന കാര്യം, ഇന്ത്യ വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല, ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇതേ മാനദണ്ഡം ഉപയോഗിച്ച് ചൈനയും വരും, അപ്പൊ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അവർ പറയുന്ന ന്യായമുണ്ട്. ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ധനുഷിന് അറിയാമല്ലോ, ഈ ചൈനയുമായിട്ട് അടുത്ത് കിടക്കുന്നത് മാത്രമല്ല, ചൈന ഇങ്ങനെ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് അവിടെ, കുറെ ദ്വീപുകളും കാര്യങ്ങളും. അതുകൊണ്ട് അവരെ പിണക്കാനും കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന ഒരു പ്രശ്നം ഇതാണ്. കാരണം അവരും ചോദിക്കും, അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ പ്ലാൻ മാറ്റി. പകരം എന്താണ് ഇന്ത്യ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിംഗപ്പൂരും ഒപ്പം തന്നെ ഈ പറയുന്ന മലേഷ്യയും ഇന്തോനേഷ്യയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുമായി നമ്മൾ ഡീൽ വെക്കുകയാണ്. അതായത് അവരുടെ ഗ്രൂപ്പിലേക്ക് നമ്മളില്ല, അത് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു, എത്താൻ പറ്റത്തില്ല. പകരം നമ്മൾ ഇതിനകത്ത് ഓരോ രാജ്യങ്ങൾ, അതാണ് ഇപ്പോൾ ഈ ധനുഷ് പറഞ്ഞ ആ ഒരു തുറമുഖത്തിന്റെ കേസ്. ആ തുറമുഖം അങ്ങനെയാണ് അത് വരുന്നത്. ഇതിന് സമാനമായ രീതിയിൽ നമ്മൾ മാൽദീവ്സിലും ഇതേ കണക്ക് തുറമുഖം ഏറ്റെടുത്തിരുന്നു. മാൽദീവ്സിലെ തുറമുഖം ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, അതും ഒരു ചെക്കാണ്. പക്ഷെ മാൽദീവ്സിന്റെ പ്രശ്നവും ഇന്തോനേഷ്യയുടെ പ്രശ്നവും രണ്ടാണ്. ഒന്നത് മലാക്ക കടലിടുക്കിന്റെ ഇതിലേക്കാണ് ഈ ഇന്തോനേഷ്യയുമായിട്ട് നമ്മൾ കരാർ നോക്കുന്നത്. മാൽദീവ്സിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാൽദീവ്സിൽ നമുക്ക് നമ്പാൻ പറ്റില്ല, എങ്ങോട്ട് തിരിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ. കാരണം ഈ മൊയ്സു ഒക്കെ വന്നതിന് ശേഷം ആണ് അവരുടെ ഒരു നിലപാട് പൊടുന്നതിനെ അവർ മാറ്റുന്നത്. കാരണം ഇനി പറയാൻ പറ്റില്ല, അതിതീവ്രമായിട്ടുള്ള ഒരു പക്ഷം അവിടെ അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇന്ത്യയായിട്ട് തെറ്റാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ അവർക്ക് പെട്ടെന്ന് ഇന്ത്യയായിട്ട് തെറ്റാൻ കഴിയില്ല. കാരണം ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം ഏറ്റവും ആദ്യം സഹായവുമായി എത്തേണ്ട ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മാത്രമാണ് അവർക്ക് വളരെ ഈസി ആയിട്ട് സഹായങ്ങൾ കിട്ടുകയുള്ളൂ. കാരണം ചൈനയിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളൊക്കെ വലിയ പ്രയാസകരമാണ്. കാരണം ഇന്ത്യയാണ് അവരുടെ ഒരു മെയിൻ വരുമാന മാർഗം, നമ്മുടെ ടൂറിസ്റ്റുകളും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പിണക്കി പോകാൻ സാധ്യതയില്ല. പക്ഷെ അവരെ കൊണ്ട് വേറെ ഒരു പ്രയോജനമൊന്നും നമുക്ക് ഉണ്ടാകത്തുമില്ല. അപ്പൊ ഇവിടെയാണ് ഈ ഇന്തോനേഷ്യയുടെ ഒരു, കാരണം നമ്മളിപ്പോൾ ഈ മലാക്കയുടെ വാർത്തകൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഈ ഡിഫൻസ് സൈറ്റുകളിൽ മാത്രമല്ല ഇന്റർനാഷണൽ മീഡിയാസിലും വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഈ ഇന്ത്യയുടെ ചബ്ബാർ എന്ന് പറഞ്ഞിട്ടാണ് പലരും തലക്കെട്ട് കൊടുക്കുന്നത്. കാരണം ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്ത് വന്ന ഏത് വാർത്തയായിട്ടാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മപുത്ര നദിയില് ചൈന ഒരു വലിയ അണക്കെട്ട് കെട്ടുന്നുണ്ട്. അപ്പോ എല്ലാവരും ചോദിച്ചു, അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അപ്പൊ അതിന്റെ മറുപടി ആയിട്ടാണ് ഈ മലാക്കയിൽ ഇന്ത്യ പിടിമുറുക്കുന്നത്. ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 80% സാധനങ്ങൾ ചൈനയുടെ വരുന്നത് ഈ മലാക്ക വഴിയാണ്. അപ്പൊ ഇവിടെ മുറുക്കിയാൽ അവിടെ മുറുക്കും എന്നുള്ള ഒരു നിലയിലേക്കാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം വെച്ചാൽ അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയും ചൈനയുമായിട്ടൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, ചൈനയും ആഗ്രഹിക്കുന്നില്ല. കാരണം രണ്ടും വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സ്ഥാനമാണ് ഇപ്പോൾ ചൈനയ്ക്ക് ഈ വ്യാപാര ബന്ധത്തില്. മുമ്പ് അമേരിക്കയായിരുന്നു നമ്മുടെ മികച്ച ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെങ്കിൽ ഇന്നത് ചൈനയാണ്. ചൈനക്കാരെ സംബന്ധിച്ച് ലാഭകരമാണ്. കാരണം ഇവിടെ ഇപ്പൊ കച്ചവടം നടക്കും, പിണക്കി കഴിഞ്ഞ പ്രശ്നമാണ്.
എന്നാൽ അത് അവർ അനുഭവിച്ചിട്ടുള്ളതാണ്. 2020 കാർവാൻ താഴ്വരയിലെ സംഘർഷത്തിനോടനുബന്ധിച്ച് പിന്നീട് നടന്നത് എന്താണ്? ഒരുപാട് ഗെയിമുകൾ നിരോധിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ആപ്പുകളൊക്കെ നിരോധിച്ചു, അങ്ങനെ എല്ലാത്തിനും നിരോധനം വന്നു. ഇപ്പൊ അതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ കാർ കമ്പനികളൊക്കെ പലതും ഇവിടെ വരുന്നു. ചെറി പോലുള്ള അവരുടെ കാർ ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് വരുന്ന ഒരു സാഹചര്യം. വേറെ കമ്പനികൾ വരുന്നു. BYD അവരുടെ പ്ലാന്റുകൾ കൂടുതലായി നിർമ്മിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് ചൈനീസ് കമ്പനികളൊക്കെ വരുന്നത്. കാരണം ചൈനയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ 15ഓളം ചൈനീസ് കാർ കമ്പനികൾ ഇന്ത്യയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നതാ, എങ്ങനെയും ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിക്കൽ വാഹന വിപണിയിൽ ഒരു ചലനം ഉണ്ടാക്കണമെങ്കിൽ ചൈനീസ് കാറുകളോട് വന്നെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ വിൻഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തായ്ലൻഡിന്റെ വണ്ടി കൊണ്ടുവരുന്നുണ്ടല്ലോ ഇവിടെ. അപ്പം കാരണം അത് ചെറിയ റേറ്റില്, ചെറിയ എമൗണ്ടിൽ ചെറിയ ഇലക്ട്രിക്കൽ കാറാണ്. അപ്പൊ അങ്ങനെ കൂടുതലായി വന്നെങ്കിൽ മാത്രമേ ഈ മൊണോപ്പൊളി തകർക്കാൻ. ഇപ്പൊ ഒരു മൊണോപ്പൊളി എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്ന് രണ്ട് കമ്പനികൾ മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ വാഹനം വന്നത്, ടാറ്റ അല്ലെങ്കിൽ മഹീന്ദ്ര. ഇതിനപ്പുറത്തേക്ക് നമ്മളൊരു ഓപ്ഷൻ ഇല്ല. ഒരുപാട് ഓപ്ഷൻസ് വന്നാൽ വില സ്വാഭാവികമായിട്ട് തന്നെ കുറയും. എന്നാൽ മാത്രമേ നമുക്കൊരു ഒരു ആൾട്ടർനേറ്റീവ് ഇന്ധനത്തിലേക്ക് പോകാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ, അതും ഇതുമായി ബന്ധമില്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്ക് സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമ്മളുമായിട്ട് കയറി കാരണം ഈ മുട്ടിക്കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും നഷ്ടമാണ്. കാരണം സാമ്പത്തികമാണല്ലോ ഇതിനകത്ത് പ്രധാന പ്രശ്നം. സ്ഥലം പിടിച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമല്ല, സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി പോകും. രണ്ട് രാജ്യങ്ങളും പോകും. അതായത് ഒരു രാജ്യം മാത്രം ജയിക്കുകയോ ഒരു രാജ്യം തോക്കുകയോ ചെയ്യില്ല, രണ്ട് രാജ്യവും പോകും. അതുകൊണ്ട് അതിനിപ്പോ ഉടനെ ഉണ്ടാകില്ല. പക്ഷെ ഈ ഒരു മേഖല ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം ധനുഷേത്, ഈ മേഖലയിലെ ഒന്നാമൻ ആരാണെന്നുള്ളതിന്റെ ഒരു ശീത യുദ്ധം നടക്കുന്നുണ്ട് അടിയിൽ. ഞാനാണോ നീയാണോ മോളിൽ എന്നുള്ളതാണ്. കാരണം ഇവിടെ ആര് ഹീറോ ആകണം, അതാണ് പ്രശ്നം. നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. മുമ്പ് നമ്മൾ കണ്ടിരുന്നത് ചൈനയുടെ വാർത്തകളാണ് ഡെയിലി. അവിടെ മിസൈൽ വിട്ടു, ഇവിടെ മിസൈൽ വിട്ടു, പിന്നെ ഭൂഗർഭ നിലയത്തിൽ വേറെന്തോ കണ്ടുപിടിച്ചു എന്നൊക്കെ. ഇന്ന് സമാനമായിട്ട് ഇന്ത്യയുടെ വാർത്തകളാണ് വരുന്നത്. ഒരു മിസൈൽ കണ്ടുപിടിച്ചു, ഇവിടെ മിസൈൽ ചെയ്യുന്നു, ആ സാധനം ചെയ്യുന്നു, ഈ സാധനം ചെയ്യുന്നു. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 3-4 വാർത്ത അത്തരത്തിലെടുത്ത് അതിലേക്ക് വരുന്നുണ്ട്. അപ്പം ആര് ആണ് ഒന്ന് എന്നുള്ളതാണ് പ്രശ്നം. ആരാണ് ഒന്നാമൻ എന്നുള്ളതാണ്. കാരണം ഈ മേഖലയിലെ ഒന്നാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുണമുണ്ട്. ഏഷ്യയാണ്. ഏഷ്യയിലെ ഒന്നാമത് നിൽക്കുന്ന രാജ്യത്തിന് പിന്നിൽ ബാക്കിയുള്ള ചെറു രാജ്യങ്ങൾ അണിനിരക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു പവറാകും. യൂറോപ്പിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് റഷ്യയായിരുന്നു ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ആ റഷ്യക്ക് ആ ഒരു സ്വാധീനം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടത്തേക്ക് ചൈന വരുന്നു. ചൈനയുടെ അതേ വഴിയിൽ മറ്റൊരു രീതിയിൽ ഇന്ത്യയും വരുന്നു എന്നുള്ള. ചൈന ചെയ്യുന്ന അതേ പണി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇപ്പൊ തുറമുഖങ്ങൾ അവർ ഏറ്റെടുക്കുന്ന രീതി തന്നെയാണ് നമ്മളും ചെയ്തത്. പക്ഷെ ചൈനയെ പോലെ ചതിയില്ല. നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വിശ്വസ്തനായ ഒരു രാജ്യം എന്നൊരു ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പോകുന്നു. പിന്നെ ഇനി നമ്മളിപ്പോ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ റുപ്പീസിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങുന്നു. ചൈന ഇത് പണ്ടേക്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോ എത്ര 15-16 രാജ്യങ്ങളുമായിട്ട് ഇപ്പൊ നമ്മൾ അതിപ്പോ ചെല്ലുന്നിടത്തൊക്കെ പ്രധാനമന്ത്രി ഇപ്പം റുപ്പീസിനകത്ത് കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായും, അതായത് നാണയവിനിമയത്തിന്റെ കാര്യത്തിലായാലും ആയുധക്കരുത്തിന്റെ കാര്യത്തിലായാലും ഇവിടെ രണ്ട് ഫോഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ഈ രണ്ട് കരുത്തന്മാർ നിൽക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, രണ്ട് കരുത്തന്മാർ ഒരിക്കലും അടിക്കില്ല. അത് നമ്മുടെ നാട്ടിൻ പുറത്തും അങ്ങനല്ലേ. രണ്ട് കിടിലൻ ഗുണ്ടകളുണ്ടെങ്കിൽ ആ ഗുണ്ടകൾ എവിടെയെങ്കിലും തല്ലിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. പറയും വെട്ടും കുത്തുമെന്ന്, ഒരു കാര്യവും അവർ ചെയ്യില്ല. എന്നാൽ കല്യാണ വീട്ടിലൊക്കെ വെച്ച് ഇവർ കാണാറുണ്ട്, സംസാരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതൊക്കെയാണ് ഇവർ പല വേദികളിൽ കാണാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അടിക്കില്ല. പക്ഷെ അടിക്കും എന്നൊരു പ്രതീതി ജനിപ്പിച്ച് വെക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ കുറെ കുഞ്ഞൻ ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ രാജ്യങ്ങൾ, അത്താപ്പാവിയായ പാകിസ്ഥാൻ, പിന്നെ അങ്ങനെ കുറെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഒരു സുഖം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് സാധ്യതകൾ നിലവിലില്ല.